രഞ്ജിത്ത്, പേരാവൂരിൽ പൊടി പാറും. അത് ഏറ്റവും ഒടുവിൽ തന്നെ വന്ന വിവരങ്ങൾ പ്രകാരം ഏകദേശം ഉറപ്പിച്ചു കഴിയുകയാണ്. നമുക്കറിയാം 2006 കെ ശൈലജ അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട്, സണ്ണി ജോസഫിനോടല്ലെങ്കിലും. 2011 സണ്ണി ജോസഫിനോട് തോൽക്കുന്നത്. പക്ഷേ അന്നൊന്നും മത്സരിച്ച കെ ശൈലജയല്ല ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. കെ ശൈലജയ്ക്കുള്ള ജനസമ്മതിയെക്കുറിച്ച് നമുക്കറിയാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് കെ ശൈലജ എന്നുള്ളത്. പൊതു സമൂഹത്തിന് അവർ അത്രത്തോളം സ്വീകാര്യമായിട്ടുള്ള ഒരു ശക്തിയായ നേതാവാണ്. ഇപ്പുറത്താണെങ്കിലും സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാണ്. തീപ്പാറും പേരാവൂരിൽ, അതിന് ഒരു സംശയവുമില്ല. പക്ഷെ അപ്പോഴും കെ ശൈലജയ്ക്ക് എത്രത്തോളം സമ്മതമുണ്ടായിരുന്നു ഈ ഒരു സീറ്റ് മാറലിൽ? റോഷ്നി, നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് LDFന്റെ സ്ഥാനാർത്ഥിയായി കെ ശൈലജയും UDFന്റെ സ്ഥാനാർത്ഥിയായി സണ്ണി ജോസഫും തന്നെ തുടരുമെന്നാണ്. ഇരു മുന്നണികളും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും അവിടെ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നു. എങ്കിൽ കൂടി പേരാവൂരിലേക്ക് കെ ശൈലജ വരുന്ന സാഹചര്യത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ റോസ്റ്റ് സൂചിപ്പിച്ച പോലെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പാർട്ടി അത്തരത്തിലൊരു വലിയ തലത്തിൽ കെ ശൈലജയെ പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ ഒരിക്കലും പേരാവൂർ പോലൊരു മണ്ഡലത്തിലേക്ക് കെ ശൈലജയെ പറഞ്ഞയക്കില്ല എന്നുള്ളതാണ്. ഇതങ്ങനെ ഒരു പ്രത്യേക പരിഗണനയുടെ പേരിൽ പറഞ്ഞയച്ചതല്ല, എന്തെങ്കിലും വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചതല്ല. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കെ ശൈലജയെ സംബന്ധിച്ച് അവർ പാർട്ടിക്കകത്ത് അത്തരത്തിൽ വലിയ പൊസിഷനിലേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ അവർ പരിഗണിക്കപ്പെട്ടിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തുള്ളവർക്കൊക്കെ ഒരു ഉറച്ച സീറ്റ്, ധർമ്മടം പോലെ, പിണറായി പോലൊരു ധർമ്മടം പോലൊരു സീറ്റ്, അല്ലെങ്കിൽ തലശ്ശേരി പോലൊരു സീറ്റ് ഒക്കെ കൊടുക്കേണ്ടതാണ്. അത്തരം ഒരു സീറ്റല്ല പേരാവൂർ എന്ന് പാർട്ടിക്കറിയാം. ഒരിക്കൽ മാത്രം CPM ജയിച്ചു കയറിയതാണ്, അതും ഡീലിമിറ്റേഷന് മുൻപെയാണ്. ഡീലിമിറ്റേഷന് ശേഷം UDFന്റെ പൂർണ്ണമായിട്ടും സ്വാധീനമുള്ളൊരു മണ്ഡലത്തിലേക്ക് എന്തുകൊണ്ടാണ് കെ ശൈലജയെ പരിഗണിച്ചതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പേരാവൂർ മണ്ഡലം പിടിച്ചെടുത്താൽ അത് അടുത്ത തവണ CPMനെ സംബന്ധിച്ചൊരു ബോണസാണ്. അങ്ങനെ പിടിച്ചെടുക്കാൻ മാത്രം കെൽപ്പ് ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന എഫക്റ്റ്, ആരോഗ്യമന്ത്രിയായ ശേഷം ശൈലജ ടീച്ചർക്ക് പാർട്ടിക്ക് അതീതമായി ഉണ്ടായി എന്ന് പറയുന്ന ഇമേജ്, അതൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു 3000-ഓ 4000-ഓ വോട്ട് അധികമായി പിടിച്ച് പേരാവൂർ സീറ്റ് അങ്ങ് പിടിച്ചെടുത്താൽ അത് LDFനെ സംബന്ധിച്ചൊരു ബോണസാണ്.